ചെങ്ങായിമറ നമ്മളെ അൻസാരി ഉസ്താദിന് ഇന്നലത്തെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടല്ല, നമ്മളെ നാട്ടിലെ ചാണക സംഖ്യ കണ്ടില്ല, കുരുപൊട്ടി ഒലിക്കുന്നു. അതായത് ഉസ്താദ് ഇന്നലെ ചെയ്തൊരു വീഡിയോ ഉണ്ടല്ല, ഞാൻ ഷെയർ ചെയ്തിരുന്നു. ആ വീഡിയോ ഇങ്ങനെയാണ്: സൂര്യ എന്ന പേരുള്ള ഒരു ഹിന്ദു പെൺകുട്ടി കണ്ടല്ല, അവളുടെ ചികിത്സക്ക് ഉസ്താദിന്റെ നേതൃത്വത്തിലുണ്ടല്ല 25 ലക്ഷം രൂപ പിരിപ്പിച്ചു കൊടുത്തിരുന്നു. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ആ പെൺകുട്ടിയുടെ തുടർ ചികിത്സ കണ്ടില്ല, ഇനി കുറച്ചുകൂടി പൈസ വേണം. ഉസ്താദ് ആ വീഡിയോയിൽ പറഞ്ഞ് ഏതെങ്കിലും BJP-കാരനും കണ്ടില്ല ഈ പെൺകുട്ടിയുടെ തുടർ ചികിത്സയില്ലേ അത് ഏറ്റെടുക്കണമെന്ന് ഉസ്താദ് ആ വീഡിയോ പറഞ്ഞിരുന്നു. ആ വീഡിയോ കണ്ടതോടുകൂടി നമ്മളെ നാട്ടിലെ ചാണക സംഖ്യ ഉണ്ടല്ല, ഉസ്താദിനെ തെറിവിളിയോട് തെറിവിളി. പക്ഷെ ഒരു ചാണക സംഖ്യ പോലും ആ പെൺകുട്ടിയുടെ, സൂര്യ എന്ന പേരുള്ള ഹിന്ദു പെൺകുട്ടിയുടെ തുടർ ചികിത്സ ഉണ്ടല്ല അത് ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല. ഈ ചാണക സംഖ്യക്ക് ഉരുവട്ടാൻ വേണ്ടി വേറൊരു കാര്യം കൂടി ഉണ്ട്. ഉസ്താദ് ആ വീഡിയോ ഉണ്ടല്ല കുറച്ച് ചാണക സംഖ്യയില്ല കുറച്ച് വർഗീയവാദികളെ കളിയാക്കിയിരുന്നു. അതായത് വിശകലിനെയും ലക്ഷ്മി കൊലത്തിനെയും പോലത്തെ വർഗീയവാദിനികളിലെ അവരെ ഉസ്താദ് വല്ലാതെ കളിയാക്കിയിരുന്നു. അതുകൂടി കാണതോടി ചാണക സംഖ്യകൾ വന്നിട്ട് എന്താ പറഞ്ഞറിയാം, ഉസ്താദ് കളിയാക്കിയത് സംഘികളെയല്ല, ഉസ്താദ് കളിയാക്കിയത് ഹിന്ദുക്കളെയാണെന്ന്. എല്ലാ ചാണക സംഖ്യകളെ ഈ വർഗീയവാദികളായ വിശകലിനെയും ലക്ഷ്മി കൊലത്തിനെയും കണ്ടില്ല ആരാണ്, ഏത് ഹിന്ദുവാണ് ഹിന്ദുവായിട്ട് കണ്ടിട്ടുള്ളത്? എന്തായാലും നമുക്കായം തന്നെ ഇതൊക്കെ കണ്ടിട്ട് കുരുപൊട്ടിട്ട് ആദ്യം വന്നത് ഞാൻ ഭാരതീയൻ എന്ന പേരുള്ള ഒരു ചാണക സംഖ്യയാണ്. ഈ ചാണക സംഖ്യയില്ല ഒരു ഹിന്ദുവിന് പോലുമില്ല ഒരു നാരങ്ങ വെള്ളം പോലും ഇതുവരെ വാങ്ങിക്കൊടുത്ത് സഹായിച്ചിട്ടില്ല. എന്തായാലും അങ്ങനെയുള്ള ഞാൻ ഭാരതീയൻ എന്ന പേരുള്ള ആ ചാണക സംഖ്യയില്ല ഉസ്താദിനെ കുറിച്ച് എന്താണ് പറഞ്ഞെന്ന് കേട്ടിട്ട് വരാം. അതിനുശേഷം ആ ചാണക സംഖ്യക്ക് നല്ല മറുപടിയും കൊടുക്കാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഒരുപാട് തെറി കേൾക്കാൻ സാധ്യതയുള്ള ഒരു വീഡിയോ ആണിത്. കാരണം ഈ വീഡിയോ അവസാനിക്കുമ്പോൾ ചില ഉസ്തുകുതന്മാർ എന്റെ കമന്റ് ബോക്സിൽ നിറങ്ങും. എങ്കിലും പറയേണ്ടത് പറയുക തന്നെ ചെയ്യും. ആദ്യം നിങ്ങൾ ഈ വീഡിയോ കാണും. 28 ലക്ഷം രൂപ നമ്മളെല്ലാവരും കൂടി ഒന്നിച്ചു ചേർന്ന് ജാതിമത ഭേദമന്യേ നമ്മളെല്ലാം കൂടി സമാഹരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പൈസ ഈ 38 ലക്ഷം രൂപ 28 ലക്ഷം കിട്ടിയിട്ടുള്ളൂ. ഈ കാണുന്ന ചിത്രത്തിൽ കാണുന്ന നിങ്ങൾ എല്ലാവരും എല്ലാ സമയത്തും ഹിന്ദുക്കൾ ഉണർത്താൻ വേണ്ടി ഇത് വെല്ലുവിളിയൊന്നുമില്ല, അഭ്യർത്ഥനയാണ്. എന്നെ കൊണ്ട് ചെയ്യാവുന്നതിന്റെ മാക്സിമം ചെയ്തിട്ടുണ്ട്, എന്നെ കൊണ്ട് കഴിയുന്നതിന്റെ മാക്സിമം ചെയ്തിട്ടുണ്ട്. അത് സോഷ്യൽ മീഡിയയിലുള്ള ധനസമാഹരണം മാത്രമല്ല, വ്യക്തിഗതമായി പലരെയും കണ്ടും ആ പാവപ്പെട്ടവൻ ഒരു 10,000 രൂപ കിനാവ് കാണാൻ കഴിയാത്ത സുനിലേട്ടന് തന്റെ മകൾ സൂര്യക്ക് വേണ്ടി നമ്മൾ 28 ലക്ഷം രൂപ പിരിച്ചു കൊടുത്തു. ഇനി ബാക്കി പൈസ ഇത് സൂര്യമോളാണ്, സുഹ്റ ബീബി അല്ല. ലക്ഷ്മികാന്ത്, ശശിധര ടീച്ചർ, പിന്നെ ഈ കാണുന്ന സഹകരണത്തോട് പറയാണ് സുഹ്റ ബീബി അല്ല, സൂര്യയാണ്. നമ്മൾ ജാതി മതം നോക്കിയിട്ടല്ല, മനുഷ്യനാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഒരു നോർമലായി തോന്നിയില്ലേ? അതാണ് ഇതിന്റെ ഗുട്ടൻസ്. പ്രിയപ്പെട്ട ആ കുഞ്ഞിന് സഹായം ലഭിച്ചതിൽ ഒരുപാട് സന്തോഷം. പക്ഷെ ആ സഹായത്തിനപ്പുറം ഈ സഹായത്തിനുള്ളിൽ ഒരു അജണ്ട കുത്തി കയറ്റുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ല അല്ലെ? നമ്മുടെ ഇടയിൽ എത്രയോ ആളുകൾ പരസ്പരം സഹായിക്കുന്നു. തങ്ങളാലാവുന്ന സഹായം പലർക്കും പല രീതിയിലും നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷെ ഇയാൾ വ്യത്യസ്തമാണ്. ഇയാളത് ചെണ്ടകൊട്ടി വിളിച്ചു പറയുക മാത്രമല്ല, അതിനിടയിലേക്ക് ഇയാളെ ആരെങ്കിലും വിമർശിച്ചിട്ടുണ്ടെങ്കിൽ അത് കുത്തിക്കയറ്റുകയും ചെയ്യും. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇതേ ഫോട്ടോയിൽ ഒരു ഫോട്ടോ എന്റെ ഫോട്ടോ ആയിരുന്നു. പലരും പല രീതിയിലാണ് സഹായം ചെയ്യുന്നത്. ഈ ഫോട്ടോയിലുള്ളവർ സഹായം ചെയ്യുമ്പോൾ ഇനി അൻസാരിയെ വിളിച്ചു പറയണം കേട്ടോ. അൻസാരി താനൊരു നല്ല കാര്യം ചെയ്തിട്ട് എത്ര നാണംകെട്ട രീതിയിലാണോ അതിലേക്ക് വിദ്വേഷം കുത്തിക്കയറ്റുന്നത്. ഒരു കുഞ്ഞിന് സഹായം ചെയ്തത് പോലും ഇത്രയും രാഷ്ട്രീയ മത വൈരാഗ്യം അതിനകത്തോട്ട് കുത്തിക്കയറ്റുന്നത് എന്തുവാടും? ഒരാൾക്കൊരു നല്ലത് ചെയ്തിട്ട് അതിനെ ഇങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ തന്നെ കഴിഞ്ഞിട്ടേ ആളുള്ളൂ. കഷ്ടം. നിങ്ങൾ കേട്ടല്ലോ, ഈ വീഡിയോയിലുണ്ടല്ല ഞാൻ ഭാരതീയൻ എന്ന പേരുള്ള പരനാറി ലോക ഫ്രോഡ് ഉസ്താദിനെ കുറ്റം പറഞ്ഞതല്ലാതെ ആ പെൺകുട്ടിയെ സഹായിക്കാമെന്നുള്ള ഒരൊറ്റ വാക്ക് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ചാണക സംഖ്യകളെ കൊണ്ടല്ല ഇതേ പറ്റൂ ഒരാളെ പോലും ഉണ്ടല്ല സഹായിക്കാൻ പറ്റില്ല. പക്ഷെ ആരെങ്കിലും സഹായിക്കുന്നുണ്ടെങ്കിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് അവരെ വർഗീയത പറഞ്ഞിട്ടില്ല ആ സഹായം ഇല്ലാതാക്കാൻ വേണ്ടിട്ട് മാത്രമേ ചാണക സംഖ്യകളെ കൊണ്ട് പറ്റൂ. അങ്ങനെയുള്ള കൂതറ പരിപാടികൾ കണ്ട ഇവനെ പോലത്തെ ചാണക സംഖ്യ ഇടില്ല 24 മണിക്കൂർ സമയം ഉണ്ടാവും. പക്ഷെ ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഹിന്ദുവിനെ സഹായിക്കാൻ വേണ്ടിട്ട് പറഞ്ഞാണ്ടല്ല ഇവരൊന്നും 1 മിനിറ്റ് പോലും സമയം ഉണ്ടാവൂല. എടാ, ഞാൻ ഭാരതീയ ചാണക സംഖ്യ നീ പറഞ്ഞല്ലോ ഉസ്താദ് ചെയ്ത സഹായം ഉസ്താദ് വിളിച്ചു പറഞ്ഞിട്ട് ആ സഹായത്തിന്റെ വില കളഞ്ഞു എന്ന്. പരനാറി ഭാരതീയ, നിന്നെപ്പോലത്തെ ചാണക സംഖ്യകളെ കൊണ്ടാണ് ഉസ്താദിനുണ്ടല്ല ഈ സഹായം ഇങ്ങനെ വിളിച്ചു പറയേണ്ട അവസ്ഥ വന്നത്. ഉസ്താദ് എപ്പോഴൊക്കെ ഹിന്ദുക്കളെ സഹായിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ നീയൊക്കെ കൂടി ഉസ്താദിന് എന്തൊക്കെ വൃത്തിയോട് പറഞ്ഞിട്ടുണ്ട്. ഉസ്താദ് ഹിന്ദുക്കളെ പറ്റിക്കുന്നതെന്ന്, ഹിന്ദുക്കളെ കയ്യിലെടുക്കുന്നതെന്ന്, അങ്ങനെ എന്തൊക്കെ വൃത്തിയോട് പറഞ്ഞിട്ട് പരനാറി ഭാരതീയ നീയൊക്കെ. അതുകൊണ്ടൊക്കെ തന്നെയാണ് അൻസാരി ഉസ്താദ് ഉണ്ടല്ല ഈ സഹായം ഇങ്ങനെ വിളിച്ചു പറയേണ്ടിയും വരുന്നത്. നിന്നെപ്പോലത്തെ ചാണക സംഖ്യയോട് പറ്റുമെങ്കിൽ ഒന്ന് സഹായിക്കുന്നു പറയേണ്ട അവസ്ഥയും വന്നത്. പിന്നെ ഭാരതീയ, നിന്നെ കൊണ്ടൊന്നും സ്വപ്നം കാണാത്ത പൈസയാണ് 25 ലക്ഷം രൂപയാണ് ഉസ്താദ് പിരിപ്പിച്ചു കൊടുത്തത്. അതൊന്നും നിന്നെപ്പോലത്തെ ഒരു ഹിന്ദുവിന് പോലും ഒരു നാരങ്ങ വെള്ളം പോലും വാങ്ങിച്ച് സഹായിക്കാത്ത നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകൂല. ഇനി ഈ പരനാറി ഭാരതീയന് മറുപടി കൊടുക്കുന്നതിന് മുമ്പിലെ വേറൊരു പരനാറി ഉണ്ട്, അവനെ കൂടി ഒന്ന് മറുപടി കൊടുത്തിട്ട് വരാം. ആ ചാണക സംഖ്യ അവന്റെ പേരുണ്ടല്ല പ്രൊഫൈലിൽ എന്താ വെച്ചിട്ടുള്ളതെന്നറിയാം, പോരാളി കർണൻ എന്ന്. കർണനെങ്ങാനും ഈ പരനാറി ചാണക സംഖ്യനെ കണ്ടിട്ടില്ല, ഇവന്റെ അണ്ടവും ഉണ്ടയുണ്ടല്ല രണ്ടും പൊട്ടിച്ചു കളഞ്ഞിട്ടുണ്ടാവും. എന്തായാലും ആ രണ്ടാമത്തെ ചാണക സംഖ്യ പരനാറിയിലെ ആ പരനാറി പറഞ്ഞതും കൂടി നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ആ പരനാറിന്റെ ഒക്കെ കമന്റ് ബോക്സിലുണ്ടല്ലോ നല്ലവരായ ഹിന്ദുക്കളും നല്ലവരായ ക്രിസ്ത്യാനികളും എമ്മാതിരി ത്രിവിളിയാന്നറിയോ. എന്തായാലും നമുക്ക് ആദ്യം തന്നെ ആ പരനാറി സംഖ്യയുടെ വീഡിയോ ആദ്യം കാണാം, അതിനുശേഷമുള്ള കമന്റുകളെ കുറിച്ച് സംസാരിക്കാം. നമ്മുടെ നാട്ടിൽ പുതിയ തരം ഒരു വിപണി ഇറങ്ങിയിട്ടുണ്ട്, നന്മ മരം ബിസിനസ്. അതിന്റെ ലേറ്റസ്റ്റ് ഡീലറാണ് സോഷ്യൽ മീഡിയയിലെ ഈ അൻസാരി. ഒരു ഹൈന്ദവ കുടുംബത്തിലെ കുഞ്ഞിന്റെ ചികിത്സയ്ക്ക് 28 ലക്ഷം രൂപ കൊടുത്തു എന്ന് പറഞ്ഞ് ഒരു വീഡിയോയുമായി മൂപ്പര് വന്നിട്ടുണ്ട്. വളരെ നല്ല കാര്യം. സഹായിച്ചതിനെ അംഗീകരിക്കാം.
അംഗീകരിക്കാം. പക്ഷെ അത് കഴിഞ്ഞിട്ട് മൂപ്പര് ക്യാമറ നോക്കി പറയുന്ന ഒരു വാചകമുണ്ട്. അൻസാരി, നിന്റെ ഉള്ളിലിരിപ്പും ആ കുറുക്കൻ ബുദ്ധിയും മനസ്സിലാക്കാൻ വലിയ ജ്യോത്സ്യം ഒന്നും അറിയേണ്ട ആവശ്യമില്ല. ഒരു ഹിന്ദു കുഞ്ഞിനെ സഹായിച്ചു എന്ന് വരുത്തി തീർത്ത് അതിലൂടെ ഹിന്ദു സമൂഹത്തെ മൊത്തവും അങ്ങോട്ട് പരിഹസിക്കുക. നോക്കിക്കേ, നിങ്ങളുടെ ആളുകൾക്ക് അസുഖം വന്നിട്ട് നിങ്ങൾ ആരും സഹായിച്ചില്ല, ഒടുവിൽ എന്നെ പോലെയുള്ള മുസ്ലിങ്ങൾ വരേണ്ടി വന്നു എന്ന് വരുത്തി തീർക്കാനുള്ള നിന്റെ ആ ചീപ്പ് ബുദ്ധി ഉണ്ടല്ലോ, അത് കയ്യിൽ വെച്ചാൽ മതി. ഇവിടെയാണ് നിന്റെ ആ ഇരട്ടത്താപ്പും കപടതയും നമ്മൾ പൊളിച്ചെടുക്കേണ്ടത്. ഹിന്ദുക്കളോടുള്ള വെറുപ്പ് തീർക്കാനും അവരെ നാണം കെടുത്താനും വേണ്ടി ഒരു പാവം കുഞ്ഞിന്റെ രോഗാവസ്ഥയെ നിനക്ക് കിട്ടിയ നല്ലൊരു അവസരമായി നീ മാറ്റിയെടുത്തു അല്ലേ? ഒരു സഹായം ചെയ്യുമ്പോൾ അതിൽ മതത്തിന്റെ മതിൽക്കെട്ടുകൾ കെട്ടാനും മനുഷ്യരെ തമ്മിൽ തല്ലിക്കാനും നോക്കുന്നത് യഥാർത്ഥ നന്മയല്ല അൻസാരി. അത് വെറും ബിസിനസ്സാണ്, ശുദ്ധ ചെറ്റത്തരമാണ്. വീഡിയോ ഇട്ട് പൈസ ഉണ്ടാക്കാനും വ്യൂസ് കൂട്ടാനും ഇനിയും ഒരുപാട് ഐറ്റങ്ങൾ നിനക്ക് കിട്ടും. പക്ഷെ അതിനുവേണ്ടി ഈ നാടിന്റെ ഐക്യം തകർക്കാൻ നോക്കരുത്. ഇവിടെ ആർക്ക് എന്ത് പ്രശ്നം വന്നാലും ജാതിയും മതവും നോക്കാതെ സഹായിക്കാൻ മലയാളികൾക്കറിയാം. നിന്റെ സർട്ടിഫിക്കറ്റ് ഇവിടെ ആർക്കും ആവശ്യമില്ല. നന്മയുടെ ലേബലിൽ വന്ന് മനുഷ്യരെ വിഭജിക്കാൻ നോക്കുന്ന ഇത്തരം കപട വർഗീയവാദികളെ ജനങ്ങൾ തിരിച്ചറിയണം. ഈ പരനാറി ചാണക സംഖ്യയുടെ വീഡിയോ കണ്ടപ്പോൾ ഈ കണ്ടവർക്കൊക്കെ ഈ പരനാറിനെ നല്ലോണം തെറിവിളിക്കാൻ തോന്നിയിട്ടില്ലേ? പക്ഷെ നിങ്ങൾ ആരും ഈ പരനാറിനെ തെറിവിളിക്കണ്ടട്ടാ. ഇവന്റെ കമന്റ് ബോക്സിൽ യാ മോനെ, കേരളത്തിലെ നല്ലവരായ ജനങ്ങൾ മൊത്തം പോയിട്ടുള്ള പൂരത്തെറിവിളിയാണ്. അതായത് അൻസാരി ഉസ്താദിനെ കുറ്റം പറഞ്ഞതുകൊണ്ട് മുസ്ലിങ്ങളല്ല ഇവനൊന്നും തെറിവിളിക്കുന്നത്, നല്ലവരായ ഹിന്ദുക്കളും നല്ലവരായ ക്രിസ്ത്യാനികളാണ് ഉസ്താദിനെ കുറ്റം പറഞ്ഞുകൊണ്ട് ഈ പരനാറിനെ തെറിവിളിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്താ? ഈ പരനാറിയിട്ട് ആ വീഡിയോ കണ്ടില്ല 800 ലൈക്കാണ്. അതിന്റെ കമന്റ് എത്ര അറിയാം? 2500 കമന്റ് ആണ് ആ വീഡിയോക്ക് വന്നിട്ടുള്ളത്. ആ 2500 കമന്റിലുണ്ടല്ല 2490 കമന്റും ഉണ്ടല്ല ഇവന്റെ പിതാവിനെയും ഇവന്റെ മാതാവിനെയും ആൾക്കാരുണ്ടല്ല സ്നേഹിക്കുന്നതാണ്. ഒരു 1.5 സ്നേഹിക്കല്. ഇവന്റെ പിതാവിനെയും മാതാവിനെയും നാട്ടുകാരെ സ്നേഹിച്ചുകൊണ്ട് വിളിക്കുന്ന ആ വിളികൾ കേട്ടാലുണ്ടല്ല പെറ്റമ്മ സഹിക്കൂല. നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിലല്ല പോരാളി കറണെന്ന് ഫേസ്ബുക്കിലുണ്ടല്ല മലയാളത്തിൽ അടിച്ചു നോക്കിയത് ഇവന്റെ വീഡിയോ കാണും. ഇവന്റെ വീഡിയോയിലുള്ള ആ കമന്റുകൾ മൊത്തം നിങ്ങൾക്ക് വായിക്കാം. ഇനി ആ കമന്റുകളിൽ നിങ്ങളെ കാണിച്ചു തരാൻ പറ്റുന്ന കുറച്ച് കമന്റുകൾ ഉണ്ടല്ല, ആ കമന്റുകൾ ഞാൻ കാണിച്ചു തരാം. പരമാവധി സെൻസർ ചെയ്ത കമന്റുകൾ മാത്രമേ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നില്ല കേട്ടോ. വാ, VK ബിജു എന്ന ഹിന്ദുട്ട കമന്റ് ഇങ്ങനെയാണ്: എടാ കർണൻ നായേ, നീ മനുഷ്യനുണ്ടായതാണോ? നിന്റെ മക്കൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നാലേ അതിന്റെ വിഷമം അറിയും. ആ മനുഷ്യൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വന്നത് എന്ന് ചിന്തിക്കടോ. ഈ VK ബിജു എന്ന ഹിന്ദുട്ട കമന്റിന് മാത്രമല്ല 2200 ലൈക്കാ കിട്ടിയത്. ആ കർണൻ എന്ന് പറഞ്ഞാൽ പരനാറിട്ട വീഡിയോ കണ്ടില്ല, വീഡിയോക്ക് 800 ലൈക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ വീഡിയോ കണ്ട നാട്ടുകാർ ഈ പരനാറി കർണ ഇത്രമാത്രം സ്നേഹിക്കുന്നത് നിങ്ങൾക്ക് തിരിഞ്ഞല്ലോ. ഇനി അടുത്ത കമന്റ് ഉണ്ടല്ല, ജോസ് തോമസ് ആണ്: ഒരു നായർക്ക് വേറെ ഒരു നായരെ കണ്ടുകൂടാ എന്ന് പറഞ്ഞ പോലെ ഇവറ്റകളൊന്നും ആരെയും സഹായിക്കില്ല, എന്നാലോ സഹായിക്കുന്നവരെ കുറ്റം പറയുകയും ചെയ്യും. ഇവിടെ കാണിച്ച ഫോട്ടോയിലുള്ള 4 വിഷങ്ങളാണ്. അതിലെ വലിയ വിഷം ശശികല. ഇങ്ങനെ വർഗീയത പറയാതെടോ. പിന്നെ സുനിലസ്: എടാ കർണ കൂ. ബാക്കി ഞങ്ങൾക്ക് അറിയാലോ. അൻസാരി ഹിന്ദു സമൂഹത്തെ അല്ല പരിഹസിച്ച്. അദ്ദേഹം സ്ക്രീനിൽ കാണിച്ച ആ 4 നാരികൾ അവരെയാ, അത് ആദ്യം നീ മനസ്സിലാക്കുക. അത് എങ്ങനെ മത്തൻ കുത്തിയാൽ കുമ്പളം മുളക്കുമോ? ഇനി വിജേഷ് മറ്റം: എടാ ചേട്ടേ, നിന്നെപ്പോലുള്ളവർ സോഷ്യൽ മീഡിയയിൽ കൊണക്കാതെ അവരെ ഏറ്റെടുക്കാൻ നോക്കിടൂ. എവിടെ ഏറ്റെടുക്കാൻ വേണ്ടി ഇവനെ പോലത്തെ പരനാറികൾക്ക് ഇങ്ങനെ വർഗീയത പറയാല്ലേ വേറെ എന്താ സമയമുള്ളത്? ഇനിയും കുറച്ച് കമന്റുകൾ കൂടി ഉണ്ട്, അതും കൂടി വായിക്കാം. അനിൽ മണ്ണാർക്കാട്: എടാ മൈ അയാൾ പറയുന്നതിൽ എന്താ തെറ്റ് കണ്ടത്? ഹിന്ദുക്കൾ ഉണർത്താൻ നടക്കുന്ന മൈ അടുത്ത വീട്ടിൽ പട്ടിണിയാണെങ്കിൽ പോലും തിരിഞ്ഞു നോക്കില്ല. ആരെങ്കിലും സഹായിക്കണമെങ്കിൽ മുസ്ലിം സമുദായം തന്നെ വേണം. മൈത്താണ്ടി. ഇങ്ങനെയുള്ള എത്രയെത്ര കമന്റുകളാണെന്നറിയാം. മായും കൂയും പൂയും ഒക്കെ കൂട്ടിട്ട് ഈ പരനാറിനെ വിളിച്ചുകൊണ്ട് എത്രയെത്ര കമന്റുകളാണെന്നറിയാം. പോരാളി കരണെന്ന പേരുള്ള ഈ ചാണക സംഖ്യയും മറ്റേ പരനാറിയില്ലേ, ഞാൻ ഭാരതി എന്ന പരനാറി, ഇവർ രണ്ടാളുണ്ടല്ല മാസാകാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇട്ടിട്ടുള്ളത്. പക്ഷെ ഈ 2 പരനാറികളുണ്ടല്ല ആസായിപ്പോയി, ചീഞ്ഞ് നാറിയിട്ടില്ല, ആസായിപ്പോയി. വേറൊരു കാര്യം കൂടി, ഉസ്താദിന്റെ വീഡിയോ ഇട്ടിട്ട് ഇന്നേക്കട്ടില്ല 24 മണിക്കൂർ കഴിഞ്ഞു. പക്ഷെ ഒരു ചാണക സംഖ്യയോടല്ല ഇതുവരെ ആ പെൺകുട്ടിയെ സഹായിക്കണോ, ആ പെൺകുട്ടിയുടെ തുടർ ചികിത്സ ഉണ്ടല്ല അതിനെ സഹായിക്കണോ ഇതുവരെ മുന്നിട്ട് വന്നിട്ടില്ല. പക്ഷെ ആ പരനാറികളൊക്കെ ഉള്ള ഉസ്താദിനെ തെറിവിളിക്കാൻ വേണ്ടിയിട്ടും ഉസ്താദിനെ വർഗീയവാദിയാക്കാനുണ്ടല്ല ഒരുപാട് സമയം കണ്ടെത്തിയിട്ടുണ്ട്. എനിക്ക് കേരളത്തിൽ എല്ലാ നല്ലവരായ ഹിന്ദുക്കളോട് ഒന്നേ പറയുള്ളൂ, ഈ ചാണക സംഖ്യയിലുണ്ടല്ല ഏതെങ്കിലും ഒരു ഹിന്ദുവിനെ, ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു ഹിന്ദുവിനെ സഹായിക്കുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നുണ്ടോ? നിഷ്കളങ്കരായ ഹിന്ദുക്കളെ. അങ്ങനെ എങ്ങാനും തെറ്റിദ്ധരിക്കുന്ന ഹിന്ദുക്കളുണ്ടെങ്കിൽ അവരോട് ഞാൻ പറട്ടെ, നിങ്ങളെപ്പോലത്തെ വിഡ്ഢികളുണ്ടല്ല, നിങ്ങളെപ്പോലത്തെ വിഡ്ഢികൾ ഈ ലോകത്ത് വേറെ ആരുമില്ല. പക്ഷെ എപ്പോഴൊക്കെ ഹിന്ദുവിന് സഹായം ആവശ്യമുണ്ടോ അപ്പോഴൊക്കെ ഒന്നും നോക്കാതെ ഓടിപ്പോഞ്ഞെത്തുന്നത് എന്റെ അൻസാരി ഉസ്താദ് ഉണ്ടല്ല, എന്റെ അൻസാരി ഉസ്താദ് തന്നെയാണ്. അപ്പൊ മനസ്സിൽ നന്മയുള്ള പാവപ്പെട്ട ഹിന്ദുക്കൾ ഒരുപാട് സഹായിക്കാൻ നിൽക്കുന്ന എന്റെ അൻസാരി ഉസ്താദിനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.